മറ്റ് സാധാരണ വണ്ടി ഓടി വരികയില്ല. അപ്പം അതുകൊണ്ടാണ് ട്രാഫിക് ബ്ലോക്കിൽ പെട്ട് താമസിച്ചത്. ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രാധാന്യത്തെ സംബന്ധിച്ചൊക്കെ തന്നെയുള്ള നേതാക്കന്മാർ സംസാരിച്ചതാണ്. ഞാൻ എല്ലാ ദിവസവും കാണുകയും എവിടെയെങ്കിലും വെച്ച് കാണുകയും സംസാരിക്കുകയോ എൻ്റെ വീട്ടിലേക്ക് വരികയോ ചെയ്യുന്ന ആൾക്കാരാണ് ഇവിടെ ഇരിക്കുന്നത്. നടക്കാൻ പോകുന്ന കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പ് എന്തുകൊണ്ടും പ്രാധാന്യം അറിയിക്കുന്ന തിരഞ്ഞെടുപ്പാണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഈ തെരഞ്ഞെടുപ്പിൽ അഭിമാന ലോകത്തിൻ്റെ മുന്നിൽ തലയുയർത്തി നിൽക്കുന്ന സംസ്ഥാനമായി നമ്മുടെ ഈ കൊച്ചു കേരളം മാറിയിരിക്കുകയാണ്. അതിദാരിദ്ര്യമുക്തമായ കേരളം എന്ന് പറഞ്ഞാൽ 64,000-ഓളം കണ്ടത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ രണ്ടാം ഗവൺമെൻറ് അധികാരത്തിൽ വന്ന് ഞങ്ങളെല്ലാം സത്യപ്രതിജ്ഞ എടുക്കുകയാണ്. നമുക്ക് 3 വർഷക്കാലം വർക്ക് ചെയ്ത് അതിദാരിദ്ര്യം ഇല്ലാത്ത ഒരു സംസ്ഥാനമായി കേരളത്തെ മാറ്റണം. അതാണ് ആദ്യത്തെ അജണ്ടയിൽ ക്യാബിനറ്റ് തീരുമാനിക്കുന്നത്. എല്ലാ കാര്യങ്ങളുടെയും അവസാന തീരുമാനം ക്യാബിനറ്റിന്റെ തീരുമാനമാണല്ലോ. ഏത് തീരുമാനം എന്ന് പറഞ്ഞാൽ 3 വർഷക്കാലം എടുത്തു അത് പരിഹാരം കാണുന്നത്. നമ്മുടെ ഈ സംസ്ഥാനത്ത് ജനിച്ച് അത്രയും ആൾക്കാരെ കണ്ടുപിടിച്ചിട്ട് ഓരോ ഡിപ്പാർട്ട്മെന്റും കൊടുത്തു. ജോലിയില്ലാത്തവർക്ക് ചെറിയ വരുമാനത്തിന് ജോലി കൊടുക്കുന്നതിന് വേണ്ടി തയ്യാറായി. വീടില്ലാത്തവർക്ക് വീട് വെച്ച് കൊടുത്തു. അവർക്ക് വീട് വെച്ച് കൊടുത്ത് അവരെ കുട്ടികളെ സ്കൂളിൽ അയക്കാൻ വേണ്ടിയുള്ള സംവിധാനം ഉണ്ടാക്കി. അവർക്ക് റേഷൻ കാർഡ് കൊടുത്തു, ID കാർഡ് കൊടുത്തു, ചെറിയ ജോലി ഗ്രാൻഡായി പ്രതിമാസം 1000 രൂപ പിണറായി വിജയൻ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. എന്താ കുടുംബശ്രീക്കാർക്ക് സന്തോഷമില്ലേ? ഇനി കോർപ്പറേഷൻ കൗൺസിൽ എന്നുള്ള നിലയിൽ എന്ത് ജോലി ചെയ്തു എന്നുള്ള അതുകൊണ്ട് ആറ്റുകാൽ ക്ഷേത്രത്തിന് ഭാരവാഹിയുടെ പേരിൽ കേസെടുക്കണമെന്ന് പറഞ്ഞവരാണ് ഈ മഹതി. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും വന്ന ശല്യം എന്ന് മനസ്സിൽ വിചാരിച്ചിട്ട് വന്നാൽ ഞങ്ങൾ വരാം. കാര്യം എന്താ, ഞങ്ങൾ ഇന്നും നാളെ ഞങ്ങളുടെ വിശ്വാസം ഈ പാവപ്പെട്ട ഒരു പെറ്റ് നീട്ടിക്കൊടുത്ത് എന്തിന്? അതിൻ്റെ ഒരു കാര്യമില്ലെന്നാണ് പറയുന്നത്. സ്വന്തം ആവശ്യങ്ങൾ നിർവഹിക്കാനാകും വിധം കുടിശ്ശികയില്ലാതെ ഇപ്പോൾ എല്ലാവരും വീട്ടിൽ സ്നേഹങ്ങളും സ്നേഹാഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ട് ഈ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. ഇവിടെ സ്ഥാനാർത്ഥികളായി ഞാൻ വഹിക്കുന്നു. അടുത്ത കരിമം വാർഡിൽ നിന്ന് മത്സരിക്കുന്ന അഡ്വക്കേറ്റ് സി സിന്ധുവാണ്. CPIM-ന്റെ നിയമം ഏരിയ കമ്മിറ്റി അംഗവും മഹിളാ അസോസിയേഷൻ ജില്ലാ കമ്മിറ്റി അംഗവും മുൻ മേലാങ്കോട് വാർഡ് കൗൺസിലറുമാണ്. ഗോപകുമാർ മേലാങ്കോട് വാർഡിന്റെ സ്ഥാനാർത്ഥിയാണ്. CPIM-ന്റെ പാപ്പനംകോട് ലോക്കൽ കമ്മിറ്റി മെമ്പറും മുൻ വാർഡ് കൗൺസിലറുമാണ്. ഗ്രാമപഞ്ചായത്ത് കരിമം വാർഡ് മെമ്പർ കൂടിയായിരുന്നു. നിയമം വാർഡ് മത്സരിക്കുന്ന സഖാവ് ബിജു ചിഹ്നത്തിലാണ്. CPI-യുടെ നിയമ ലോക്കൽ കമ്മിറ്റി മെമ്പറും ഒരു അറിയപ്പെടുന്ന കലാകാരൻ കൂടിയാണ് സഖാവ് ബിജു ചിഹ്നത്തിൽ. എസ്റ്റേറ്റ് വാർഡിൽ നിന്ന് മത്സരിക്കുന്ന സഖാവ് സന്തോഷ് കുമാർ KSKTU-ന്റെ നിയമ ഏരിയ കമ്മിറ്റി അംഗവും സജീവ പൊതുപ്രവർത്തകനും കൂടിയാണ്. സഖാവ് റജീല പൊന്നമംഗലം വാർഡിൽ നിന്ന് മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയാണ്. മഹിളാ അസോസിയേഷന്റെ മുന്നറും SFBയുടെ നേതാവുമായി പ്രവർത്തിച്ച പൊതുപ്രവർത്തനത്തിൽ നല്ല പരിചയസമ്പന്നയാണ് സഖാവ് റജീല. പ്രവർത്തനം നടത്താത്ത
ഒരു കൗൺസിലറാണ് BJPയുടെ കൗൺസിലർ എന്ന കാര്യം മനസ്സിലാക്കിക്കൊള്ളണം. പാവപ്പെട്ടവർക്ക് 2000 രൂപ പെൻഷൻ മത്സരാർത്ഥിയാണ്. ഞാൻ ആദ്യമായാണ് ഒരു പൊതുവേദിയിൽ ഇങ്ങനെ സംസാരിക്കുന്നത്. അതിൻ്റെ ഒരു പരിചയക്കുറവുണ്ട്. പിന്നെ കഴിഞ്ഞ 5 വർഷമായി പൊന്നുമംഗലം വാർഡിൽ വളരെ വികസന വരവേൽപ്പാണ് കാണുന്നത്. നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ നൽകി വിജയിപ്പിക്കുകയാണെങ്കിൽ എന്നാൽ കഴിയുന്ന എല്ലാ സഹായങ്ങളും നിങ്ങൾക്ക് ഞാൻ ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ ഇവിടെ ഇരിക്കുന്ന എല്ലാ സഖാക്കളെയും നിങ്ങൾ വിജയിപ്പിക്കണമെന്ന് ആത്മാർത്ഥമായി പറയുന്നു. ഈ തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ അധ്യക്ഷത വഹിക്കുന്ന പ്രിയങ്കനായ സഖാവ് അജയകുമാർ, ഈ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത ബഹുമാനപ്പെട്ട തൊഴിൽ വിദ്യാഭ്യാസ കാരണം ഞാൻ നേരത്തെ കൗൺസിലറായിരുന്നു. തിരുവല്ലം വാർഡിന്റെ കൗൺസിലറായിരിക്കുമ്പോൾ അന്ന് പറഞ്ഞ വാക്കുകൾ മുഴുവൻ പ്രദേശങ്ങളിലും അതിന്റെ വികസനവും ക്ഷേമ പ്രവർത്തനങ്ങളും നടത്തിയിട്ടുണ്ട്. അതുപോലെ ഈ വാർഡിലും ഞാൻ നടത്തുമെന്ന് ഉറപ്പ് നൽകിക്കൊണ്ട് നിങ്ങളുടെ എല്ലാവിധ സഹായവും സഹകരണങ്ങളും വോട്ട് ചെയ്ത് എന്നെ സഹായിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് എന്റെ ചെറിയ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. ഈ യോഗത്തിന്റെ അധ്യക്ഷനായിട്ടുള്ള സഖാവ് അജയകുമാർ, ഈ കൺവെൻഷൻ ഇവിടെ ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ച കേരളത്തിൻ്റെ തൊഴിലും വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി കൂടിയായിട്ടുള്ള സഖാവ് ബി ശിവൻകുട്ടി, കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിച്ചുകൊണ്ട് അഴിമതി രഹിതമായ ഒരു ഭരണം ഈ പ്രദേശത്താകെ തന്നെ കാഴ്ചവെക്കും എന്നുള്ള ഒരു ഉറപ്പാണ് നിങ്ങൾക്കായി നൽകാനായി. നമ്മുടെ പ്രിയങ്കരനായ മന്ത്രി സഖാവ് പി ശിവൻകുട്ടി അവർ നമ്മുടെ ഈ വാർഡിലെ വിജയവും അതുപോലെ തന്നെ മേലാങ്കോട് വാർഡിൽ മത്സരിക്കുന്ന എന്നെ വൻപിച്ച ഭൂരിപക്ഷത്തോട് വിജയിപ്പിക്കുന്നതിന് വേണ്ടി ഇവിടെ എത്തിച്ചേരുന്ന നമ്മുടെ സഖാക്കളും സുഹൃത്തുക്കളും അനുഭാവികളും ഇന്നു മുതൽ പ്രവർത്തനത്തിൽ ഏർപ്പെടണമെന്നും അതുപോലെ തന്നെ നിങ്ങളുടെ ബന്ധുമിത്രാദികളോടും സ്നേഹിതരോടും ഈ പ്രവർത്തനം അധ്യക്ഷൻ സഖാവ് പാപ്പനംകോട് ജനപ്രതിനിധി എന്നുള്ള നിലയിൽ കൗൺസിലറുടെ ധാർഷ്ട്യവും ഇടനിലക്കാർ വഴി മാത്രം കാര്യങ്ങൾ നടത്തുന്ന ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകർ ഒറ്റക്കെട്ടായി